ബുദ്ധിയിൽ വെള്ളമുണ്ട് കേട്ടോ, ഭയങ്കര ആഴം, കാല് പൊള്ളിയിട്ട് പോയി, അതുപോലെ ചൂടാണ്. പക്ഷേ ഷൂ ഇവിടെ കൊണ്ടിട്ടാൽ മതിയായിരുന്നു, അവിടെ ഇടണ്ടായിരുന്നു. നമ്മളപ്പോ ക്ഷേത്രത്തിന്റെ ഉള്ളിലെത്തി. അപ്പൊ ഈ കാണുന്നതാണ് ക്ഷേത്രം. താരോട്ട് മാതയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. 1965 മുതൽ ശരിക്കും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. 1971 ബാറ്റിൽ ഓഫ് ലോങ്ങേവാല നടന്നത്. ലോങ്ങേവാല നടന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. ശരിക്കും ആ യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ ഈ താരോട്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ശരിക്കും ഈ ക്ഷേത്രവും ഈ റിലേറ്റഡ് ആയിട്ടുള്ള പരിസര പ്രദേശങ്ങളിലേക്കെല്ലാം 3000-ലധികം ബോംബുകൾ വിട്ടിരുന്നു. അപ്പൊ ആ ബോംബുകളൊന്നും ഇവിടെ വീട് പൊട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ ബോംബുകളൊന്നും ഇവിടെ വീണിട്ടൊന്നും സംഭവിച്ചില്ല. ആ ബോംബുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പല ബോംബുകളും, പൊട്ടാത്ത ബോംബുകൾ ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ മ്യൂസിയമായിട്ട് വെച്ചിട്ടുണ്ട്. താരോട്ട് മാതയുടെ ശക്തിയാണ് ആ ബോംബുകളൊന്നും പൊട്ടാത്തതിന്റെ കാരണം എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പാകിസ്ഥാനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ ആ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഒരു ജനറല് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഒരു സന്ദർശനം വരെ നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ദൈവത്തിന്റെ ശക്തി കാരണം ആണ് ഇവിടെ ബോംബൊന്നും പൊട്ടാതിരുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പിന്നിൽ. അപ്പൊ അതോടുകൂടി ബോംബിട്ടാലും തകരാത്ത ഒരു ക്ഷേത്രം എന്നുള്ള ഒരു വലിയൊരു ഖ്യാതി ഈ ക്ഷേത്രത്തിനുണ്ടായി വന്നു. അപ്പം പിന്നീട് ക്ഷേത്രത്തിന്റെ പരിപാലന കംപ്ലീറ്റ് നമ്മുടെ BSF ആണ് നടത്തുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, വന്ന് എല്ലാവരും വന്ന് തൊഴുതിട്ട് പോകുന്നു. ഈ ബോർഡർ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയും ധാരാളം ആളുകൾ നമ്മളെപ്പോലെ തന്നെ വരുന്നുണ്ട്. സാർ എന്താണ് പരിപാടി? സാമി കയറി വെച്ചാണ്? അതെ സാർ, സാമി ചെയ്യുന്നത് കേട്ടോ. ഈ സാമി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുതോളും. സാമി കയറി വേണ്ട വേണ്ട. നമ്മൾ പറഞ്ഞ അത്തരത്തിലുള്ള കുറച്ച് ബോംബുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 3 inch more firing on enemy on MMG which killed many Pakistanis. Area turned black of enemy ഷെല്ലും അത്തരത്തിലുള്ള കുറെ ബോംബുകളൊക്കെ ഇവിടെ. അന്നാലോചിക്കുക, ഒരു അമ്പലം, ആ അമ്പലത്തിനകത്ത് ബോംബുകളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഭയങ്കര യുണീക്ക് അല്ലേ? എന്നാലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ ശരിക്കും നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ ഒരു വലിയൊരു അഭിമാനം കൂടിയാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. എല്ലാരും ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അതിന്റെ തൊട്ടുപുറകെ മരുഭൂമിയാടാ. ഈ അകത്ത് പൂജാരിയെ പോലെ നിൽക്കുന്ന ആള് പട്ടാളക്കാരനാ, മനസ്സിലായോ? ആ പാന്റൊക്കെ ഇട്ട് നിന്നുണ്ടായിരുന്നു. അതെ, ഇതുപോലെ പട്ടാളക്കാര് എന്താ പറയാ കൈകാര്യം ചെയ്ത